പടത്തിലാണോ നിങ്ങൾ അഭിനയിക്കുന്നത്, അപ്പൊ നിങ്ങൾ ആണുങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള പടമാണോ ചെയ്യുന്നത് എന്നുള്ളൊരു കമന്റ് ആണ് ചെയ്തത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇവരെന്താ ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുന്നത്? അതായത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് കാണാനല്ല, അഡൽട്സ് ഒള്ളിയാണ്. അതായത് പ്രായപൂർത്തിയായ ആണോ പെണ്ണോ ആർക്ക് വേണമെങ്കിലും കാണാം എന്നുള്ളതാണ്. അപ്പൊ അത് ആ സെൻസിൽ അവരെടുക്കാതെ ഓക്കെ ഇതിന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടി, അപ്പൊ അതുകൊണ്ട് ഇത് ആണുങ്ങൾ മാത്രം കാണാൻ പാടുള്ളൂ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. നിങ്ങൾ ഇപ്പോൾ ഈ ജനറേഷനിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഞാനൊരു പോൺ മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആർക്കും കാണാൻ പാടില്ലാത്ത സിനിമയിലല്ല അഭിനയിച്ചത്. നമ്മുടെ ഇവിടുത്തെ കൾച്ചറിനനുസരിച്ചിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുന്നതുകൊണ്ട് ഈ പടത്തിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഇതിനെ പടം ഇത് അല്ലെങ്കിൽ അങ്ങനെ ആണുങ്ങൾക്ക് മാത്രം കാണാനുള്ള സിനിമ അങ്ങനെ ഇതിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇതിൽ പറയുന്ന അത്രേ ഉള്ളൂ. കാരണം കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ സിനിമയിൽ പറയുന്ന വിഷയങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും വിഷ്വലാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നത്. അല്ലാണ്ട് ഈ സ്മൂച്ച് ഇവർ എന്തിനു ചെയ്തു അല്ലെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ എന്താണെന്ന് അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള സിനിമ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയ മൂവി കുട്ടികൾ കാണരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവർ കൂടുതൽ വിഷ്വലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾക്കാണ്, അതായത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും മനസ്സിലാവും എന്താണ് ഇവർ പറയുന്ന ഡയലോഗ്സ്, ഇവർ എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞത്, ഈ ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ ക്യാരക്ടർ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് ഈ ഒരു ഇന്റിമേറ്റ് സീനിന്റെ പിന്നിലുണ്ടായ കഥ, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ഉള്ള ഒരു സിനിമ. ഇതിപ്പോ ഒരു ഫോറിൻ കൾച്ചറിലുള്ള ഒരു മൂവി ആണെങ്കിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും അവിടെ കിട്ടിയില്ല, എല്ലാം ഭയങ്കര നോർമലാണ്. അപ്പൊ നമ്മൾ വളർന്നു വന്ന ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇതിൽ കുറച്ച് ഓപ്പൺ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ആൾക്കാർ കാണാൻ പാടില്ലാത്തൊരു സിനിമ അല്ലെങ്കിൽ അച്ഛനമ്മ കാണാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല. ഇതിന്റെ കഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ നോർമലായിട്ട് ഒരു സ്ത്രീയുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന അവരെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ സിനിമ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം ഇറ്റ് ഈസ് ആക്ച്വലി മുതിർന്നവർക്ക് അഡൽട്സ് ഉള്ളി അതാണല്ലോ. പക്ഷെ പണ്ട് മുതൽ ഈ ടാഗ് ഇപ്പം ശ്വാസൊക്കെ പറഞ്ഞ പോലെ പടം അപ്പൊ അങ്ങനെ ഇത് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോ ഫാമിലീസിന്നോ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? എന്റെ ഫാമിലിന്നോ അല്ലെങ്കിൽ അറിയാവുന്നവരായിട്ട്? എന്നെ അറിയാവുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എന്റെ അമ്മ, ചിറ്റ അങ്ങനെയുള്ള ആളുകൾക്ക് തുടക്കത്തിൽ അവർക്ക് മറ്റുള്ളവരെന്ത് പറയും, കാരണം നമുക്ക് ഒരിക്കലും ഇപ്പം 80 വയസ്സായിട്ടുള്ള എൻ്റെ അമ്മൂമ്മേനെയോ അല്ലെങ്കിൽ അങ്ങനെ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഇത് ഫീഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരെ നമുക്ക് തിരുത്താനായിട്ടുള്ള ഒരു സമയമല്ല. അവരെത്ര പറഞ്ഞാലും ഇതൊരു അയ്യോ ഇത് വലിയ തെറ്റാണ് എന്നാണ് അവർക്ക് തോന്നുള്ളൂ. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പോലും പബ്ലിക്കായിട്ട് അവര് കൈ പിടിക്കുക അല്ലെങ്കിൽ ഒന്ന് തോളത്ത് തല വെച്ച് അവർ കിടക്കില്ല. എൻ്റെ അമ്മൂമ്മ അതൊക്കെ ഭയങ്കര തെറ്റാണെന്നാണ് അവരുടെ ജീവിതം. ഈവൻ എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ വെളിയിൽ പോയി കഴിഞ്ഞാൽ കൈ പിടിച്ച് പോവുക അതവർ ചെയ്യില്ല. കാരണം അവർക്കത് ചമ്മലാണ്. ഈ വയസ്സാം കാലത്ത് മാറങ്ങോട്ട് എന്നൊക്കെയാണ് പറയാ. അപ്പൊ അതൊരു തെറ്റാണ്. അപ്പൊ ഞാനിത് പറയും, അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ ഇതിപ്പോ? കാരണം ചുറ്റും നോക്കുമ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൈ പിടിച്ചു പോകുന്നു, അവർ അത് ചെയ്ത് ഭയങ്കര ബോണ്ടിങ് ആണ് അവർ തമ്മിൽ കാണുന്നത്. പക്ഷെ ഇവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ 50ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയോട് പറയാണ് പബ്ലിക്കായിട്ട് നിങ്ങൾ കൈ പിടിച്ചു പോകും അല്ലെങ്കിൽ തോളത്ത് കൈയിട്ട് പോകുന്ന പറയുമ്പോൾ അവർക്ക് ചമ്മലാണ്. കാരണം അവരുടെ 20ാമത്തെ വയസ്സിൽ അവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം സൊസൈറ്റി കൊടുത്തിട്ടില്ല. അത് നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഒന്നും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, ഇത് ഇങ്ങനെയാണ്, ഇത് സിനിമയാണ്, ഇത് അങ്ങനെയാണ് പറയാന്നല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ, നിങ്ങൾ ഇങ്ങനെ ഇത് വിമർശിക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ അങ്ങനെ നമുക്ക് ആരെയും ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറ്റില്ല. അടിച്ചേൽപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ല. അപ്പൊ അവർക്ക് മനസ്സിലായിട്ട് അവര് ഓക്കെ, ഇപ്പൊ എന്റെ വീട്ടിലുള്ളവരാണെങ്കിൽ ഓക്കെ ശരിയാണ്, ഇത് ഇങ്ങനെ ഒരു ജോലിയുടെ ഭാഗമാണ്, അവരും പല സിനിമകൾ ഇപ്പൊ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സും ഇത് ഒരുപാട് സീരീസും സിനിമകളൊക്കെ കാണുന്ന ഒരു സമയമാണ്. അവർക്കും ഓക്കെ ശരിയാണ്, നമ്മൾ കാണുന്ന ഹിന്ദി സിനിമയിൽ ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിൽ ലോക്ക്ഡൗൺ സമയത്തൊക്കെ കുറേ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ നമ്മൾ ഫാമിലിയിൽ ഇരുന്ന് കണ്ടു. അപ്പൊ അവർക്ക് ഇതൊക്കെ ഓക്കെ എന്നുള്ള രീതിയിലായിട്ടുണ്ട്. എന്നാൽ പോലും
നമ്മൾ വളർന്നു വന്ന സാഹചര്യമാണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു 5 years, ഒരു 10 yearsന് ശേഷം ഇപ്പൊ തന്നെ മാറ്റം വന്നു. ഇപ്പം ശംഭുവും വൈഫും കൂടി പോകുന്ന പോലെ ആയിരിക്കില്ല അമ്മയും അച്ഛനും പോകുന്നുണ്ടാവുക. അപ്പൊ ഇനി കുറെ കഴിയുമ്പോൾ നമ്മളുടെ മക്കൾ വരുമ്പോൾ അവര് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഓക്കെ ശരി എന്നുള്ള രീതിയിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് എന്ന് വിചാരിക്കുന്നത് അവരുടെ മനസ്സിൽ കയറിയ ഒരു കാര്യമാണ്. നമ്മൾ പയ്യെ പയ്യെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കാം. ഇനിയിപ്പോ ആയില്ലെങ്കിൽ അത് പോട്ടെ. അതെ, നമ്മൾ എന്തായാലും നമ്മുടെ ജോലി ചെയ്യുക. അത് നല്ലൊരു ക്രിയേറ്റീവായിട്ട് ഒരു സാധനം നമ്മൾ കാണിക്കുന്നു, അത് അവർ കാണുക, കണ്ടിട്ട് അതിന് അഭിപ്രായം പറയുക, വിമർശിക്കുക, അങ്ങനെ ഉള്ളൂ അതിന്റെ ഒരു രീതി. പ്രൊഫഷണൽ ആയിട്ട് അതിന് റിപ്ലേസ് തരുന്ന ആൾക്കാർ. അതെ, കാരണം നമ്മള് അതായത് ഇതേ സാധനം തന്നെ നമ്മളിപ്പം ഇപ്പൊ ദുർഗയ്ക്ക് വന്ന ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതേ ദീപിക പദുക്കോൺ ഗഹറിയ മൂവിയിൽ ചെയ്തപ്പോൾ ആരും രൺവീർ സിംഗിനെയോ അല്ലെങ്കിൽ ദീപികേനോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടാവാം, പക്ഷെ അത് അങ്ങനെ ഇത്രയും വന്നിട്ടില്ല. ഇത്രയും ഒരു വൈഡ് ആയിട്ട് അവര് ഇതായിട്ടില്ല. നമ്മളെല്ലാവരും ഭയങ്കര ബോൾഡ് ആക്ട്രസ് ആണ്, അങ്ങനെ വേണം ഇങ്ങനെ വേണം വാവ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ബേസിക്കലി പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നത്. അതിപ്പം നമ്മൾ പണ്ട് ഒരു പ്രണയ സീൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പാലായിട്ട് വരുന്നു, ബെഡിലിരിക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ പൂവോ തത്തയോ അങ്ങനെ സാധനങ്ങൾ കൊക്കുരുമുന്നു, അതിലാണ് നമ്മൾ നിർത്തിയത്. പക്ഷെ അതേ സാധനം നമ്മൾ ഇപ്പോൾ ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്ത് നമ്മൾ പറയും ഈ ഡയറക്ടർ പണ്ട് നൂറ്റാണ്ട് കാലത്ത് ഇരിക്കുന്നു, ഇയാൾ എന്താ മാറാത്ത, ഇത് ഏത് ജാമ്പവാന്റെ കാലത്തെ ഡയറക്ഷനാണ്, ഇയാൾ ആരാ മേക്കിംഗ്, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ ആ ഡയറക്ടർ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പ്രേമം കാണിക്കണമെങ്കിൽ നമ്മളത് കാണിക്കണം, അല്ലെങ്കിൽ ഒരു ലസ്റ്റ് ആണ് കാണിക്കണമെങ്കിൽ അതിന്റെ കുറച്ചെങ്കിലും നമ്മൾ ആ ഒരു ഫീല് കൊടുക്കണം. ഇപ്പം ഒരു തല്ലാണെങ്കിൽ അതൊരു ഫൈറ്റ് ആണെങ്കിൽ നമ്മൾ ചുമ്മാ തട്ടിക്കൂട്ട് ഫൈറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ ആൾക്കാർ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും, ഇത് മറ്റേതാ, ഇതെന്താ എന്ന് നമ്മൾ പറയും. പക്ഷെ അല്ലാത്ത നമ്മൾ കാണുമ്പോൾ പറയും എന്ത് റിയൽ ആണ്, അത് കാണുമ്പോൾ തന്നെ നമ്മൾ കോരിത്തെരിച്ചു എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? അവർ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് അതിനെ മേക്ക് ചെയ്യുന്നതുകൊണ്ടും ആക്ടേഴ്സ് അഭിനയിക്കുന്നതുകൊണ്ടുമാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ്, ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടൊക്കെ, പ്രത്യേകിച്ചും ഇങ്ങനത്തെ പെൺകുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ട് മോശം. എനിക്ക് എംബാരസിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് നമ്മൾക്ക് പീരീഡ്സിൻ്റെ ഒരു സമയമാണ് നമ്മൾ ആ ഫംഗ്ഷന് പോകുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ കുറേ നേരം ഇരുന്നു. അത് നമ്മൾ ആ ഫംഗ്ഷന് കുറേ നേരം ഇരുന്നു, എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാനെല്ലാം ഓക്കെ, ഞാനെല്ലാം എൻ്റെ രീതിയെല്ലാം എടുത്ത് എല്ലാം ഓക്കെ ആണ്, പ്രൊട്ടക്റ്റഡ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ കുറേ നേരം ഇരുന്നതിൻ്റെ ആണോ അതെയോ ക്ലൈമറ്റിൻ്റെ ആണോ എന്താണെന്നറിയില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ആ പീരീഡ്സിൻ്റെ കുറച്ച് ഇത് കൂടി. അപ്പോൾ ഞാൻ ചാടി പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിലൊക്കെ ആ ഒരു ബ്ലഡിൻ്റെ സ്റ്റെയിനൊക്കെ വന്നു. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ അയ്യോ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് എന്നുള്ളത് ആവും. ഒന്നാമത് നമ്മൾ ഇത്രയും ഈ ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ആളുകൾക്ക് കണ്ണിൽ മാത്രമാണെങ്കിൽ ചിലപ്പോൾ അവർ അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഇത്രയും ക്യാമറ എനിക്ക് അറിയില്ല ആരൊക്കെ അത് മൊബൈലിൽ, പക്ഷെ ഇന്നുവരെ അത് പുറത്തു വന്നിട്ടില്ല കേട്ടോ. അതെ, അതെന്താണെന്ന് ഞാൻ എല്ലാ ദിവസവും നോക്കും, വന്നോ പക്ഷെ വന്നില്ല. അതും എന്തോ ഒരു ഭാഗ്യം.